ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 115. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 28. മരിയൻ ജപമാലയിലെ ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളുണ്ട്. മറിയത്തെ വണങ്ങുന്ന വാഴ്ത്തുമൊഴികൾ. അതിൽ 25. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം, സീറ്റ് ഓഫ് വിസ്ഡം. ലത്തീനിൽ പറയും സേഡസ് സപ്പിയൻസിയെ, സേഡസ് സപ്പിയൻസിയെ. കൊളോസസുകാർക്കുള്ള ലേഖനത്തില് പൗലോസ് ലേഖ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവാണ് ദൈവരഹസ്യത്തിന്റെ പരിജ്ഞാനം. ജീസസ് ഈസ് ദ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി. ദൈവത്തിന്റെ രഹസ്യത്തിന്റെ പരിജ്ഞാനമാണ്, അറിവാണ് ഈശോ മിശിഹ. അല്ലെങ്കിൽ ഇൻ ഹിം വി ഹാവ് ദ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി, അങ്ങനെ തർജ്ജമയാകാം. അവനിൽ, യേശുവിൽ, ഈശോ മിശിഹായിൽ ദൈവത്തിന്റെ രഹസ്യത്തിന്റെ പരിജ്ഞാനം നമുക്കുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവരഹസ്യത്തിന്റെ പരിജ്ഞാനമാണ് യേശു ക്രിസ്തു. ഇതാണ് പൗലോസിലേക്ക് പറയണേ. ആ ക്രിസ്തുവിന്റെ അമ്മയല്ലേ മറിയം? അപ്പൊ പരിജ്ഞാനം യേശുക്രിസ്തുവാണെങ്കിൽ, ദൈവരഹസ്യത്തിന്റെ പരിജ്ഞാനം യേശുക്രിസ്തുവാണെങ്കിൽ, ആ യേശുക്രിസ്തുവിന്റെ അമ്മയാണ് മറിയം. യേശുക്രിസ്തു ഇരുന്നത് മറിയത്തിലാണ്. ആ അർത്ഥത്തിലാണ് ഈ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് മറിയത്തെ വിളിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ സിംഹാസനം എന്ന വാക്ക് വന്നതെന്ന കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കാം. ഹെബ്രായ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 5 മുതൽ 12 വരെ വാക്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണിത്. ഞാനൊന്ന് വായിക്കുകയാണ്. വളരെ ശക്തമായ തിരുവചനമാണ്. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും മാലാഖമാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അവിടുന്ന് ദൈവപിതാവ് അരുളി ചെയ്തിട്ടുണ്ടോ? വീണ്ടും ആദിജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, ദൈവത്തിന്റെ സകല മാലാഖമാരും അവനെ നമസ്കരിക്കണം. അവിടുന്ന് തന്റെ മാലാഖമാരെ കാറ്റുകളും ശുശ്രൂഷകന്മാരെ തീനാളങ്ങളും ആക്കുന്നുവെന്ന് മാലാഖമാരെ കുറിച്ച് പറയുന്നു. എന്നാൽ പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ സ്നേഹിതരെക്കാൾ അധികമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറ്റപ്പെടും. നീയോ നീ തന്നെ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. ഈ വചനത്തിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ടോളോ, ഞാൻ ആവർത്തിക്കുന്നില്ല. പുത്രനെ ദൈവപിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നു. ദൈവമേ എന്ന്, പുത്രൻ തമ്പുരാനെ ദൈവപിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നു. വീണ്ടും പറയുന്നു ദൈവമേ എന്ന് വിളിക്കുന്നു 2 പ്രാവശ്യം. എന്നിട്ട് പറയാണ് കർത്താവേ എന്ന് വിളിക്കുന്നു. നീ കർത്താവാണ്. ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് 2 പ്രാവശ്യം വിളിക്കുന്നു. 1 പ്രാവശ്യം കർത്താവേ എന്ന് വിളിക്കുന്നു. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം, ദൈവമേ നിന്റെ ദൈവം, ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. കർത്താവേ നീ പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞു പോകുകയാണ്. 2 പ്രാവശ്യം ദൈവമേ എന്നും 1 പ്രാവശ്യം കർത്താവേ എന്നും ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ വിളിക്കുന്നു. പുത്രൻ തമ്പുരാന് യഹോവ സാക്ഷികളിൽ ഈ തിരുവചനം കേട്ടോളോ. നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിലും ഏതാണ്ട് ഇങ്ങനെ തന്നെ തർജ്ജമ ഏകദേശം. അപ്പോ ദൈവപിതാവ് പുത്രൻ തമ്പുരാനായ ക്രിസ്തുവിനെ ദൈവമേ എന്ന് വിളിക്കുന്നു. യഹോവ സാക്ഷികൾ പറയുന്നത് ക്രിസ്തു ദൈവമല്ലെന്നാ, വെറും ദൈവപുത്രനാണ്, ദൈവം അല്ലെന്നാണ്. അപ്പൊ അവർക്ക് ഈ ഹെബ്രായ ലേഖനം കിട്ടിയിട്ടില്ലാവോ? യോഹന്നാന്റെ സുവിശേഷം കിട്ടിയിട്ടില്ലാവോ? അതുകൊണ്ടാണ് യഹോവ സാക്ഷികൾ തീർത്തും ക്രിസ്ത്യാനികളല്ല. അവര് ഇസ്ലാമിന്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് പിന്തുടരുന്നത്. ക്രിസ്ത്യാനികൾ ഒരിക്കൽ പോലും യഹോവ സാക്ഷികളെ കേൾക്കരുത്. കാരണം ക്രിസ്തുവിന്റെ ദൈവത്തെ നിഷേധിക്കുന്നതിലൂടെ അവർ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്യാണ്. ഇഹലോകത്തും പരലോകത്തും പൊറുക്കാൻ ബുദ്ധിമുട്ടുള്ള പാപം. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനമാണ്, ദൈവത്തിന്റെ രഹസ്യമാണ് ഈ പുത്രൻ തമ്പുരാൻ. അതുകൊണ്ടാണ് ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിക്കുന്നത്, അതും പല പ്രാവശ്യം. കൊളോസസ് ലേഖനത്തിൽ 2:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ അവനിൽ വസിക്കുന്നു. ഇൻ ഹിം ദ ഫുൾനെസ് ഓഫ് ഡെയിറ്റി ഡ്വെൽസ് ഇൻ ബോഡിലി ഫോം, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. ഇൻ ജീസസ്
ദ ഫുൾനെസ് ഓഫ് ഡെയിറ്റി, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ യേശുവിൽ വസിക്കുന്നു. എന്നിട്ട് കൊളോസസ് തൊട്ടടുത്തല്ലേ 2:2 നമ്മൾ കണ്ടു, 2:9 കണ്ടു, ഇതിനിടയ്ക്ക് 2:3 ഉണ്ട്. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും നിഗൂഢമായി ഇരിക്കുന്നത് യേശുവിലാണ്. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിസ്ഡം ആൻഡ് നോളജ്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും നിഗൂഢമായി ഇരിക്കുന്നത് ക്രിസ്തുവിലാണ്. കൊളോസ് ലേഖനം 2:3. പഴയ നിയമത്തിലെ പ്രഭാഷകൻ 24:5, സുഭാഷിതങ്ങൾ 8:22 മുതൽ 30 വരെയൊക്കെ ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള വിശദമായ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ ഇൻ ജീസസ് ആർ ഹിഡൻ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. യേശു ക്രിസ്തുവാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആൾരൂപം. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ, ആളുരൂപത്തിൽ വസിക്കുന്നു. 1:19 കൊളോസ്യ ലേഖനം 1:19 പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കുന്നു. ഇൻ ഹിം ഓൾ ദ ഫുൾനെസ് ഡ്വെൽസ്. അവനിൽ സർവ സമ്പൂർണതയും, ഇൻ ഹിം ഓൾ ഫുൾനെസ് വാസ് പ്ലീസ് ടു ഡ്വെൽ. ടാബർനാക്കിൾ എന്ന് പറയും, ഡ്വെൽ എന്നതിന് പകരം ടാബർനാക്കിൾ, സക്രാരി, അതായത് കൂടാരമടിക്കാൻ. അവനിൽ സർവ്വസമ്പൂർണതയും കൂടാരമടിക്കാൻ തിരുമനസ്സായിരിക്കുന്നു ദൈവപിതാവ്. ചുരുക്കത്തിൽ ദൈവത്തിന്റെ രഹസ്യത്തിന്റെ ആൾരൂപമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് നമുക്ക് രക്ഷകനായി നൽകിയത് മറിയമായതിനാൽ അവളെ ജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് വിളിക്കുന്നു. ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ, ദൈവത്തിന്റെ രഹസ്യത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഇരിപ്പിടം, അവന്റെ ജ്ഞാനത്തിന്റെ നിക്ഷേപം. അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവൻ നമുക്ക് നൽകിയത് ആരാണ്? മറിയമാണ്. അവൻ വന്ന് ആദ്യം വസിച്ചത് ആരിലാണ്? മറിയത്തിലാണ്. അപ്പൊ മറിയത്തിലാണ് ക്രിസ്തു ദൈവജ്ഞാനത്തിന്റെ രഹസ്യമായ ദൈവജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആൾരൂപമായ ക്രിസ്തു വസിച്ചത് മറിയത്തിലാണ്. അപ്പോൾ ആ ജ്ഞാനത്തിന്റെ ഇരിപ്പിടം മറിയം, ജ്ഞാനത്തിന്റെ ഇരിപ്പിടം, ജ്ഞാനം വന്ന് വസിച്ചത് മറിയം. ആ അർത്ഥത്തിലാണ് ദിവ്യജ്ഞാനത്തിന്റെ ഇരിപ്പിടം, സിംഹാസനം എന്ന് മറിയത്തെ വിളിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തില് 24-25 വാക്യങ്ങളില് പൗലോസ് ഇങ്ങനെ പറയുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിർക്ക് ഭോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും, യഹൂദരോ ഗ്രീക്കുകാരാകട്ടെ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. എന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാണ്. അപ്പോൾ ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ് ക്രിസ്തു. ആ ക്രിസ്തു ഇരുന്നത് എവിടെയാണ്? മറിയത്തിന്റെ മടിയിലാണ്, മറിയത്തിന്റെ ഗർഭത്തിലാണ്. അപ്പോൾ മറിയത്തെ ജ്ഞാനത്തിന് സിംഹാസനം എന്ന് വിളിച്ചോടെ. ചുരുക്കത്തില് ദൈവത്തിന്റെ ജ്ഞാനം മാംസം ധരിച്ച് വന്നതാണ് ക്രിസ്തു. അവൻ മാംസം ധരിച്ചത് മറിയത്തിൽ നിന്നാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 1 തിമോത്തി 6:15 വാഴ്ത്തപ്പെട്ട പരമാധികാരിയും രാജാധിരാജാവും കർത്താധികർത്താവുമായ ദൈവം. അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. വാഴ്ത്തപ്പെട്ട പരമാധികാരിയും രാജാധിരാജാവും കർത്താധികർത്താവുമായ ദൈവം. പിതാവായ ദൈവത്തിന് ഉപയോഗിക്കുന്ന അതേ ആട്രിബ്യൂട്ട്സ്, ഗുണവിശേഷങ്ങൾ പുത്രൻ തമ്പുരാനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഇതേ കാര്യം വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് 19:16 രാജാധിരാജനും കർത്താധികർത്താവുമായ ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ റൂളർ ഓഫ് റൂളേഴ്സ്. അത് കർത്താവ് ശമിക്കുക. ആ കർത്താവ് ശമിച്ചിരിക്കുന്ന പീഠ ആരാണ്? മറിയം. അപ്പൊ ജ്ഞാനത്തിന്റെ സിംഹാസനം. അപ്പോൾ ഈ രാജാധിരാജനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയ്ക്ക് രാജാവിന്റെ സിംഹാസനമെന്ന് പൗരസ്ത്യ സഭകള് പണ്ട് വിളിച്ചിരുന്നു മറിയത്തെ. രാജാവിന്റെ സിംഹാസനം. ആ രാജാവിന്റെ സിംഹാസനം എന്ന ടൈറ്റിലാണ് പിന്നീട് മറിയത്തിന് ജ്ഞാനത്തിന്റെ സിംഹാസനം, ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് കൊടുത്തത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് യേശുക്രിസ്തു. ദൈവ രഹസ്യത്തിന്റെ പരിജ്ഞാനമാണ് യേശുക്രിസ്തു. അവനിൽ ദൈവത്വത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു. സർവ്വസമ്പൂർണതയും അവനിൽ വസിക്കാൻ, ദേഹരൂപത്തിൽ വസിക്കാൻ ദൈവം തമ്പുരാൻ തിരുമനസ്സായി. അങ്ങനെയുള്ള ഈ ജ്ഞാനത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു. അതിനാൽ രാജാതിരാജനായ അവനെ അവരിക്കുന്ന സിംഹാസനത്തെ, കസേരയല്ല ഞാൻ പറയുന്നത്, മറിയത്തിന്റെ മടിയിൽ അവനിരുന്നു, മറിയത്തിന്റെ ഗർഭത്തിൽ അവനായിരുന്നു. അപ്പോൾ മറിയത്തെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യം സിംഹാസനം എന്ന് വിളിക്കുന്നു.
ദൈവരഹസ്യത്തിന്റെ പരിജ്ഞാനമായി ക്രിസ്തു അവളിൽ വന്ന് വസിച്ചതുകൊണ്ടും അവനെ ഗർഭം ധരിച്ചതുകൊണ്ടും പ്രസവിച്ചതുകൊണ്ടും അവനെ മടിയിലിരുത്തി ലാളിച്ചതുകൊണ്ടും അമ്മിഞ്ഞപ്പാല് കൊടുത്തതുകൊണ്ടൊക്കെ മറിയത്തെ ദൈവജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് വിളിക്കുന്നു. രാജാവിന് സിംഹാസനം എന്ന് പൗരസ്ത്യ സഭകൾ വിളിച്ചത് പാശ്ചാത്യ സഭയിൽ വന്നപ്പോൾ ഇറ്റലിയിൽ ലൊറേറ്റിൽ വന്നപ്പോൾ അത് ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന് വിളിച്ചിരിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു 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 എന്താ പറയുക, ഒരു വാഴ്ത്തുമൊഴിയാണത്. ഈ കത്തോലിക്കർ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും ക്ലാസ്സിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ അവർ അവസാനം ആ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുന്നത് സീറ്റ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞിട്ടാണ്. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതായത് മറിയത്തോട് നമ്മൾ പറയാണ്, ഇല്ലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. എന്തിനാ? ക്രിസ്തു എന്ന ആ ജ്ഞാനം ഇരുന്നത് നിന്നിലാണ്, ഞങ്ങളിലും അവൻ ഇരിക്കാൻ, ഞങ്ങളുടെ മനസ്സിലിരിക്കാൻ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് ക്രിസ്തുവിനെ മനസ്സിലായതുപോലെ ഞങ്ങൾക്കും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ, ഞങ്ങളിൽ കർത്താവ് ഇരിക്കാൻ, ഞങ്ങൾ സിംഹാസനമായി മാറാൻ, അവന്റെ ഇരിപ്പിടമായി മാറാൻ, ജ്ഞാനത്തിന് ഇരിപ്പിടമായി മാറാൻ, നീ ഇരിപ്പിടമായി മാറിയതുപോലെ മാറാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ആ തുടക്കത്തിലെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ പറയും, സീറ്റ് ഓഫ് വിസ്ഡം പ്രേ ഫോർ us. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, മറിയത്തെ വിളിക്കാണ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയോ ഗംഭീരമായ ഒരു വാഴ്ത്തമൊഴിയാണ് മറിയത്തെക്കുറിച്ച് പറയാൻ പറ്റിയ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട ശക്തമായ മരിയൻ ധ്യാനമാണ് ഈ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനം എന്ന വാഴ്ത്തമൊഴി. നമുക്കതിന്റെ എല്ലാ അർത്ഥത്തിലും മറിയത്തെ വിളിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഞാൻ ആവർത്തിക്കുകയാണ്, തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിച്ച് ആളുകളെ മറിയത്തിലേക്കും പിന്നെ ആത്യന്തികമായ കർത്താവിലേക്കും കൊണ്ടുവരാൻ ഒരല്പം പ്രയത്നം ചെയ്യുക. ഈ പുസ്തകം വാങ്ങി വിതരണം ചെയ്ത് അങ്ങനെ മറിയത്തെ എതിർക്കുന്നവരെ മുഴുവൻ മറിയത്തെ സ്നേഹിക്കുന്നവരാക്കി മാറ്റാനുള്ള പ്രക്രിയയിൽ നമുക്ക് ഏർപ്പെടാം. അതായിരിക്കട്ടെ മറിയത്തിന് കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല സമ്മാനം. മറിയത്തെ സ്നേഹിക്കുന്ന വിധം ഇങ്ങനെയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 26 ഞായർ സാധാരണകാലം. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. എന്നാൽ നീയോ, ദൈവത്തിന്റെ മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകന്ന് നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പൊരുതുക. നിത്യജീവനെ മുറുകെ പിടിക്കുക. ഇതിനായിട്ടാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതുമാണല്ലോ. എല്ലാറ്റിനെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല ഏറ്റുപറച്ചിൽ നടത്തിയ ക്രിസ്തു യേശുവിനെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ നീ കൽപ്പന നിഷ്കളങ്കമായും അന്യൂനമായും പാലിക്കണം. വാഴ്ത്തപ്പെട്ട പരമാധികാരിയും രാജാധിരാജാവും കർത്താവുമായ ദൈവം തക്ക സമയത്ത് ഇത് വ്യക്തമാക്കി തരും. അവിടുന്ന് മാത്രമാണ് അമർത്യതയുള്ളവൻ. അടുക്കാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ അവിടത്തേക്ക് ബഹുമാനവും നിത്യമായ ആധിപത്യവും ഉണ്ടാകട്ടെ. ആമേൻ. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ തിരുവചനങ്ങളും അൽമായരെ ഉദ്ദേശിച്ചാണ് എന്നാണ്. അങ്ങനെയല്ല. ഇത് തിമോത്തിയോസ് എന്ന് പറഞ്ഞ മെത്രാനാണ്. അദ്ദേഹം ചെറുപ്പമായിരുന്നു, 10-35 വയസ്സായപ്പോൾ മെത്രാനായതാണ്. എഫേസസിലെ മെത്രാനാണ് തിമോത്തിയോസ്. ആ മെത്രാനച്ചന് എഴുതിയ കത്താണ്, തിമോത്തിയോസിന്റെ ലേഖനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഇത് പ്രഥമമായിട്ടും മെത്രമാർ ഉദ്ദേശിച്ച. പക്ഷെ മെത്രമാർ മാത്രം ഉദ്ദേശിച്ചാണോ? അല്ല. കർത്താവിന്റെ വിളി സ്വീകരിച്ചിരിക്കുന്ന വൈദികർക്കും കന്യാസ്ത്രീകൾക്കും അതുപോലെ അൽമായർക്കും മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ നൽകപ്പെട്ടിരിക്കുന്നത്. മെത്രാന്മാർക്കാണ് പ്രധാനമായിട്ടും. പക്ഷെ മെത്രാന്മാർക്കുള്ളത് അവർക്ക് മാത്രമായി നൽകപ്പെട്ടതല്ല, നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഈ വിളിയുടെ അർത്ഥം? നമുക്ക് ഏതാനും വാക്കുകൾ, എല്ലാം നമുക്ക് പരിശോധിക്കേണ്ട, ഏതാനും വാക്കുകൾ മാത്രം നോക്കാം. നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. മോശെ, പ്രവാചകന്മാര്, ഇവരെയെല്ലാം ദൈവത്തിന്റെ മനുഷ്യർ എന്ന് വിളിച്ചിരുന്നു. ദൈവത്തിന്റെ മനുഷ്യർ. നിയമാവർത്തനം 33:1, 1 ഷെമുവേല്, സാമുവേല് 2:27, 1 രാജാക്കന്മാര് 12:22, 13:1. അങ്ങനെ പ്രവാചകന്മാരെയും മോശയൊക്കെ ദൈവത്തിന്റെ മനുഷ്യൻ എന്നാണ് വിളിച്ചിരുന്നത്. തിമോത്തിയോസും ആ മെത്രാനും അതുപോലെ
ദൈവത്തിന്റെ മനുഷ്യനാകണം. ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദിവ്യ ശുശ്രൂഷ, ലിറ്റേർജി. മറ്റൊന്ന് സേവനം. 2 തിമോഥെയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തില് 3:16 അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് സഭയുടെ നേതാവായിരിക്കണമെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കണം. സഭയുടെ ഒരു ആത്മീയ നേതാവായിരിക്കണമെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കണം. ഇതാണ് ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും കന്യാസ്ത്രീയാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും ദൈവത്തിന്റെ മനുഷ്യനായിരിക്കണം. ദൈവത്തെ ശുശ്രൂഷിക്കുക. അപ്പോഴാണ് സഭയിലെ ഒരു ആത്മീയ നേതൃത്വം കൊടുക്കാനോ സഭയുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ശക്തി നമുക്ക് ലഭിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. 2, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നീ കാഴ്ചവെക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം. പോരാട്ടം എന്നതിന്റെ ആ വാക്ക് മല്ലയുദ്ധം നടത്തുന്ന ഒരു പോലെയാണ്. മല്ലയുദ്ധം. വിശ്വാസം ഒരു മല്ലയുദ്ധം പോലെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു മാനസികമായിട്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല. ആ വിശ്വാസം എന്ന് പറയുന്നത് മല്ലയുദ്ധം പോലെയാണ്. മല്ലയുദ്ധം എന്ന് പറഞ്ഞ എന്താണ്? തനിക്ക് താൻ പോന്നവനുമായിട്ടല്ലേ മല്ലയുദ്ധം, അല്ലേ? തനിക്ക് താൻ പോന്നവനുമായിട്ടാണ് മല്ലയുദ്ധം. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ മനുഷ്യരായ നമുക്ക് തനിക്ക് താൻ പോന്ന പോരാളി ആരാണ്? പിശാചാണ്. പിശാച് എങ്ങനെയാണ് വരുന്നത്? പിശാചിന്റെ ആളുകളിലൂടെയാണ്. പിശാച് നേരിട്ട് വരില്ലല്ലോ. പിശാച് ചില ആളുകൾ പറഞ്ഞു വിടുകയാണ്. അപ്പൊ പിശാചിന്റെ ആളുകളാണ് നമ്മുടെ എതിരാളികൾ. നമ്മുടെ എതിരാളികൾ പിശാചിന്റെ ആളുകളാണ്. അവരുമായിട്ടൊരു മല്ലയുദ്ധം നടത്തുന്ന പോലെയാണ് വിശ്വാസം. അപ്പൊ വിശ്വാസത്തെ നല്ല പോരാട്ടം കാഴ്ചവെക്കാന്ന് പറഞ്ഞാൽ യോദ്ധാവ് മല്ലയുദ്ധത്തിലെ യോദ്ധാവിനെ പോലെയാണ്. അപ്പൊ ചെറിയ ശക്തിയൊന്നും പോരാ. അപ്പൊ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. നമുക്കറിയാം എറണാകുളത്ത് എന്താ സംഭവിക്കുന്നത്? സത്യവിശ്വാസികൾ പോലും ആയുധം വെച്ച് കീഴടങ്ങി. കാരണം എന്താ? വിശ്വാസത്തെ പറഞ്ഞാൽ ആളുകളുടെ വിചാരം പള്ളി പോയി കുർബാനയും കണ്ട് കുർബാന സ്വീകരിച്ച് വരുന്നതാണെന്നാണ്. അത് അതിന്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആ കർത്താവിനെ സ്വീകരിച്ച കർത്താവിന് വേണ്ടി, ആ കർത്താവിനെ അപമാനിക്കുന്നവർക്കെതിരെ, കർത്താവിനെ നിന്ദിക്കുന്നവർക്കെതിരെ, കർത്താവിന്റെ സഭയ്ക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ, കർത്താവിന്റെ ലിറ്റർജിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടമാണ്. അതാണ് ശരിക്കുള്ള വിശ്വാസം. പക്ഷെ ആ വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ ഇപ്പൊ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് സത്യവിശ്വാസികൾ. കാരണം എന്താന്ന് അതിന്റെ വിശദാംശം ഞാൻ പോകേണ്ട കാര്യമില്ല. ഈ കേൾക്കുന്ന ആളുകൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാം. ചുരുക്കത്തില് വിശ്വാസം ഒരു പോരാട്ടമായി ഏറ്റെടുക്കാൻ മിക്ക ആളുകളും തയ്യാറല്ല. അപ്പൊ ഇത് കർത്താവെന്ന് നമ്മളൊന്ന് ചേറ്റിക്കൊഴിച്ച് നോക്കുകയാണ്. ആരാണ് കർത്താവിന്റെ കൂടെയുള്ളത്, ആരാ കർത്താവിന്റെ കൂടെ ഇല്ലാത്തത്? അതൊക്കെ കർത്താവ് ഒന്ന് അറിഞ്ഞു വെക്കുകയാണ്. കാരണം ഒരു മതമർദ്ദനം വന്നാലും നമ്മൾ ഇതുപോലെ തന്നെ കാണുക. കുറച്ചു പേരെ കർത്താവിന്റെ കൂടെ ജീവിക്കാനും മരിക്കാനും തയ്യാറാവൂ. അല്ലാത്തവർ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത കൂടുതൽ. അത് കർത്താവ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചെറിയൊരു പരീക്ഷ വന്നപ്പോഴേക്കും നമ്മൾ തോറ്റ് പിൻവാങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, മെത്രാനോട് പറയാ, നീ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്താണ് നീ ഏറ്റു പറഞ്ഞിരിക്കുന്നത്? ആ വചനം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, എല്ലാറ്റിനെയും നിത്യജീവനെ നീ മുറുകെ പിടിക്കുക. വിശ്വാസത്തിൽ നല്ല പോരാട്ടം നീ പൊരുതുക, നിത്യജീവനെ മുറുകെ പിടിക്കുക. ഇതിനായിട്ടാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ. വിശ്വാസം നല്ല പോരാട്ടം നടത്തുമെന്നും നിത്യജീവനെ മുറുകെ പിടിക്കുമെന്നും ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നീ അനേകം സാക്ഷികളുടെ മുമ്പാകെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഈ ഏറ്റുപറച്ചിലായിരുന്നേ? മെത്രാൻ പട്ടം കിട്ടിയപ്പോൾ. മെത്രാൻ പട്ടം കിട്ടിയപ്പോൾ തിമോഥെയോസ് ഏറ്റു പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും ലത്തീൻ സഭയിലെ മെത്രാന്മാരും സീറോ മലങ്കര സഭയിലെ മെത്രാന്മാരും കേൾക്കണം. വിശ്വാസത്തിന് നല്ല പോരാട്ടം കാഴ്ചവെക്കുക. 2, നിത്യജീവനെ മുറുകെ പിടിക്കുക. 3, ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ വിളി. ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മെത്രാപ്പട്ടം കിട്ടുമ്പോൾ വിശ്വാസം നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ, മല്ലയുദ്ധം പോലെ പിശാചിന്റെ ആളുകളുമായി പോരാട്ടത്തിന് തയ്യാറാണ് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. 2, നിത്യജീവനെ മുറുകെ പിടിക്കാമെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, എനിക്കും ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും. അതുപോലെ ഇതിനു വേണ്ടിയാണ് വിളി, ദൈവവിളി ഇതിനു വേണ്ടിയാ. ഇത് അനേകം സാക്ഷികൾ മുമ്പാകെ പട്ടം കിട്ടിയപ്പോൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. വിമത വൈദികരും ഓർക്കണം, വിശ്വാസത്തിന് നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നതിന് പകരം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് സത്യവിശ്വാസത്തിനെതിരെയാണ് നിൽക്കുന്നത്. സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക. തിരുവചനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് മാർപ്പാപ്പയുടെ പരമാധികാരം.
അതിനെ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ തിരുവചനങ്ങൾക്കെതിരെയും സത്യവിശ്വാസത്തിനെതിരെയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിശാചിന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവേണ്ടി വരുന്നത്. നിങ്ങൾ പിശാചിന്റെ ആളുകളാണ്. കാരണം മാർപ്പാപ്പയെ എതിർക്കുന്നു, മാർപ്പാപ്പയെ എതിർക്കുന്നില്ല തിരുവചനത്തെ എതിർക്കുന്നു, തിരുവചനത്തെ എതിർക്കുന്നതിലൂടെ സത്യവിശ്വാസത്തെ എതിർക്കുന്നു. അപ്പോൾ നിങ്ങൾ പിശാചിന്റെ ആളുകളായി മാറിയത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ പോലും ഞാൻ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. സഭയുടെ ചരിത്രം മുഴുവൻ പാഷാണ്ഡതകൾക്കും ശീഷ്മകൾക്കെതിരെയുമുള്ള പോരാട്ടമായിരുന്നു. അങ്ങനെയാണ് സത്യവിശ്വാസം ഉറപ്പിച്ചു വന്നത്. ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഒരു നവോത്ഥാനത്തിന്റെ സമയമാണ്. ഈ ശരിക്കുള്ള വിശ്വാസത്തിൽ ആരാണുള്ളതെന്ന് കർത്താവ് ചേറ്റിക്കൊഴിച്ചറിയുകയും വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ കുറച്ചുപേരെ വാർത്തെടുക്കുകയുമാണ്. അതില് വിമത വൈദികരെ അൽമായ മുന്നേറ്റക്കാരെ നിങ്ങൾ പിശാചിന്റെ പക്ഷത്താണ്. ഇപ്പോ അത് മാറി സഭയുടെ പക്ഷത്ത് കർത്താവിന്റെ പക്ഷത്തേക്ക് വരൂ. നമുക്ക് പുറത്തെ എതിരാളികളുണ്ട്, നമുക്ക് ഒരുമിച്ച് പടപൊരുതാം. നിങ്ങൾ പുറത്തെ എതിരാളികളെ കൂട്ടുപിടിച്ച് സഭയ്ക്കെതിരെ നിൽക്കുന്നത് ശരിയായ രീതിയല്ല. ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. അത് കർത്താവ് പൗലോസിനോട് പറഞ്ഞത് നിങ്ങളോടും പറയുകയാണ്. അപ്പോൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഈ ഏറ്റു പറഞ്ഞത് മാമോദീസയുടെ സമയത്തും ഏറ്റു പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ തിമോഥെയോസ് മെത്രാനായതുകൊണ്ട് പട്ടം കിട്ടിയപ്പോൾ ഏറ്റു പറഞ്ഞതിലേക്കാണ് പൗലോസ് കഴിച്ചുകൊണ്ടുവന്നത്. എന്നിട്ട് പൗലോസ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പരസ്യമായി സാക്ഷ്യം നൽകിയ കർത്താവിനെയാണ് നമ്മൾ പിന്തുടരുന്നത്. പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവ് നൽകിയ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, റോമൻ ഗവർണറായ പീലാത്തോസിന്റെ മുമ്പാകെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. മാർക്കോസ് 15:1-2 യോഹന്നാൻ 18:33-37. രണ്ടാമത്തെ കാര്യം, പീലാത്തോസിന്റെ കാലത്താണ് ക്രിസ്തു കുരിശിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചത്. അതായത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രക്രിയയിൽ ക്രിസ്തു രക്തസാക്ഷിയായി. രക്തം കൊണ്ടുള്ള സാക്ഷ്യമാണ് രക്തസാക്ഷി. അപ്പോ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാകേണ്ടി വരാം എന്നാണ്. അങ്ങനെ മെത്രാന്മാരെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തേ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ മെത്രാന്മാർക്ക് പറ്റാത്ത? സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ രക്തസാക്ഷിയാകേണ്ടി വരും. അങ്ങനെ മരിച്ച ഒരാളുടെ അനുയായികളാണ് നമ്മള്. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നതിന്റെ പേരിൽ കുരിശിലേറി മരിച്ചവന്റെ ഈ എറണാകുളത്ത് അവര് കുരിശ് വേണം, തോമസ് ലേവ വേണ്ടെന്നൊക്കെ പറയണേ. അങ്ങനെയെങ്കിൽ അവര് മരിക്കാൻ, കർത്താവിനെ പോലെ മരിക്കാൻ തയ്യാറാകേണ്ടതാണ് സത്യത്തിന് വേണ്ടി. ഇപ്പൊ പിശാചിന് വേണ്ടിയിട്ടാണ് ഈ കുരിശ് വെക്കാൻ പറയണേ. സഭയെ എതിർക്കാൻ. അപ്പൊ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ തയ്യാറാവുക എന്നാണ്. അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയിട്ടല്ലേ മെത്രാന്മാരൊക്കെ മെത്രാപട്ടം സ്വീകരിച്ചത്, വൈദികര് വൈദിക പട്ടം സ്വീകരിച്ചത്, പൗരോഹിത്യം, ക്രിസ്ത്യാനികൾ മാമോദിസ സ്വീകരിച്ചത്. ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള സന്ദേശമാണ്. ചുരുക്കത്തില് ഈ മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും അതുപോലെ കന്യാസ്ത്രീകളാണെങ്കിലും സന്യാസ വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും ഈ പറഞ്ഞ വിളി നമുക്ക് നൽകപ്പെട്ട വിളിയുണ്ട് കർത്താവ്. ആ വിളിയോട് വിശ്വസ്തത പുലർത്തുക. നമ്മൾ എങ്ങനെയായാലും മരിക്കും. ആ മരിക്കുന്നത് ക്യാൻസർ വന്നും അതുപോലെ തന്നെ കോവിഡ് വന്നൊക്കെ മരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത് തന്നെയാണ്. ആ രക്തസാക്ഷിത്വം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷിത്വം, മറ്റൊന്ന് ഈ വെറ്റമാറ്റം എന്ന് പറയും. ഈ നമ്മുടെ രക്തത്തിൽ നമ്മൾ തന്നെ കുളിച്ചു കിടക്കുന്ന ഒരവസ്ഥ, മറ്റൊന്ന് നമ്മളെ കൊല്ലുക. അങ്ങനെ അതുണ്ടാകാം. അപ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന, അത് രക്തസാക്ഷിയാകണമെങ്കിൽ അതിന് വരെ പോകുന്ന അങ്ങനെയുള്ള ആളുകളെ വൈദികരായിട്ടും മെത്രാന്മാരായും അഭിഷേകം ചെയ്യാൻ പാടുള്ളൂ. അത് ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കണം, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ അല്ലയോ? സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും മരിക്കാൻ തയ്യാറാണോ അല്ലയോ? അങ്ങനെയാണെന്ന് ഉറപ്പുണ്ട് എഴുതി തന്നാൽ മാത്രമേ പട്ടം കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്ന ആളുകളായിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഓരോരുത്തരും, ഇത് എളുപ്പമൊന്നുമല്ല, പക്ഷേ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ആഴം നമുക്കുണ്ടാകാനും കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ജനത്തിന് വേണ്ടി, സത്യവിശ്വാസത്തിന് വേണ്ടി, സഭയോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വിശ്വാസത്തിന്റെ ആഴം, നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വട്ടോളിയച്ചൻ രാജിവെക്കാനായിട്ട് പറഞ്ഞ 9ാമത്തെ കാരണം, കടമക്കുടിയിൽ ഒരു കുടുംബം ദാരുണമായി ആത്മഹത്യ ചെയ്തതിന്റെയും അതിനു മുമ്പ് സഭാസമൂഹത്തിൽ ഇസ്ലാം മതവിരോധം ശക്തമായതിന്റെയും പശ്ചാത്തലത്തിൽ കടമക്കുടിയിലും അതിനു മുമ്പ് ഇരുമ്പനത്തും സീറോ മലബാർ വിശ്വാസികളായ മറ്റു ചിലരോടും 2 ചോദ്യങ്ങൾ വ്യക്തിപരമായി ചോദിച്ചിരുന്നു. ഒന്നാമത്തേത്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇടവകയിലെ 100% നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാളുടെ പേര് പറയാമോ? വാസ്തവത്തിൽ എന്താണ് വട്ടോളിച്ചൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഴുവൻ എനിക്കങ്ങ് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതൊക്കെയാണോ രാജിവെക്കാനുള്ള കാരണങ്ങൾ എന്ന് എനിക്ക് ഒട്ടും ബോധ്യം വന്നിട്ടില്ല. പിന്നെ എന്താണ് ഈ ചോദിച്ചത്? ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു തകർച്ച, ആ സമയത്ത് ആരാണ് കൂടെ നിൽക്കുക? ഇടവക്കാരെയും കൂടെ നിൽക്കുമോ? അങ്ങനെ ഒരു സെൻസാണ്. പക്ഷെ അതും വട്ടോളിയുടെ രാജ്യം തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആരാണ് കൂടെ നിൽക്കുക? ഒരു തകർച്ചയുള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ആരാണ് കൂടെ നിൽക്കുക എന്ന് വട്ടോളിക്കും ചോദിച്ചു. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തത്, 2ാമത്തെ ചോദ്യം വരുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് പിന്നെ ഞാനിതൊക്കെ ഒന്ന് അപഗ്രഥിച്ചു വരികയാണല്ലോ. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത കാര്യം മനസ്സിലായില്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. അതേസമയം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇങ്ങനെയാണെന്ന് ഊഹിച്ചിട്ട് ഞാനൊരു മറുപടി നൽകുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ഒരു തകർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള ഒരു ദാരുണ സംഭവം വീട്ടിൽ സംഭവിക്കുമ്പോൾ ആരാണ് 100% നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ ഇടവകയിൽ ഒരാളുടെ പേര് പറയാമോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവര് ഞങ്ങളുടെ വികാരിയച്ഛൻ വട്ടോളിയച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉണ്ടാകുമോ? ഉണ്ടാകേണ്ടതാണ്. മറ്റാരും കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങളുടെ വികാരിയച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ ഇടയനാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകുമോ? പറഞ്ഞിട്ടില്ലെങ്കിൽ വട്ടോളിയച്ഛനും പരാജയമാണ് എന്ന് വരും. ഇടവകയിൽ തകർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമ്പോൾ ആരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും വികാരിയച്ഛൻ കൂടെ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ? അതാണ് ചോദ്യം. ഞാൻ എന്റെ 2-3 അനുഭവങ്ങൾ പറയാം. ഇത് അച്ഛൻ എന്തൊരു തള്ളണേ എന്ന് എന്നെ അറിയാത്തവർ പറയുമായിരിക്കും. പക്ഷെ എന്നെ നേരിട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് വളരെ വലിയ സംഭവത്തിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് എന്ന് ബോധ്യമാകും. ഞാൻ ഇതൊരു സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി. എന്നെക്കുറിച്ച് തന്നെ പറയുന്നു എന്നതുകൊണ്ട് അത് സത്യമല്ല എന്ന് കരുതണ്ട. ഒരു സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ വിചിരിച്ചാൽ മതി. ഈ ആത്മഹത്യയിൽ നിന്ന് ഞാൻ രക്ഷിച്ച അനേകം പേരുണ്ട്. ആത്മഹത്യയിൽ നിന്ന് ഒരു സ്ഥലത്ത് ഒരു ആള് ആത്മഹത്യ ചെയ്തപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീ മഠത്തിലെ മദർ എനിക്കൊരു കത്ത് എഴുതി. അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അവര് ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ആ കത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അച്ഛനവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സ്ഥലം മാറിപ്പോയി. കുറെ നാൾ കഴിഞ്ഞ് ഞാൻ പിന്നെ ബാംഗ്ലൂർ പഠിക്കാനൊക്കെ പോയി. ആ സമയത്താണ് അവിടെ ആത്മഹത്യ സംഭവിച്ചത്. അപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ഇരുന്ന ആ സമയത്ത് ആ ഇടവകയിൽ ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഞാൻ മാറിപ്പോയതിനു ശേഷം ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ പല പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് താനും. എന്റെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോഴൊക്കെ അവർക്ക് ഇല്ലേ അച്ഛനോട് പറഞ്ഞാൽ അച്ഛനെ പരിഹരിക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ രക്ഷിച്ചു. എന്റെ വീഡിയോ കേൾക്കുന്നവർ കുറെ പേരെങ്കിലും കാണും. ഈ ബ്ലേഡ് പണം എടുത്തിട്ടുള്ളതും പിന്നെ പ്രേമനൈരാശ്യം അങ്ങനെ പല തരത്തിലുള്ള അങ്ങനെ ആത്മഹത്യയിൽ രക്ഷിച്ചിരിക്കുന്ന അനേകം പേര്, അനേകം എന്ന് വെച്ചാൽ ഒരു 5-6 പേരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരെയും കുറിച്ച് അങ്ങനെയൊന്നും വട്ടോളിയച്ഛന് പറയാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു സംഗതി ഞാൻ പറയാം. എന്റെ കൂടെ 100% നിന്നോ ചിലവർ, ഞാൻ നിന്നത് മാത്രമല്ലല്ലോ, എന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ കൂടെ നിന്ന കാര്യം ഞാൻ പറയാം. അതൊരു ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സംഭവത്തിന്റെ ചെറിയൊരു അംശമാണ് ഞാൻ പറയുന്നത്. കാരണം വിശദാംശങ്ങൾ പറഞ്ഞാൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരറ്റം മാത്രമാണ് പറയുന്നത്. പക്ഷെ സത്യമാണ് പറയുന്നത്. ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ഉച്ച നേരത്ത് ഒരു മനുഷ്യൻ കയറി വന്നു. നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത് പോലെ ഇങ്ങനെ ID കാർഡ് കാണിച്ചു.
പോലീസ് ഇന്റലിജൻസ് സെല്ലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇരിക്കാൻ പറഞ്ഞു. സാറിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു, ഞാൻ രാവിലെ 6 മണി തുടങ്ങിയതാണ് എന്റെ ഡ്യൂട്ടി. ഇപ്പോൾ 12 മണി 1 മണി ആകാൻ പോകുന്നു. ഇരിങ്ങാലക്കുട തൊട്ട് ചാലക്കുടി വരെ അച്ഛനെതിരെ കുറെ വാൾ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെ മാറ്ററുകളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ മിക്കതിനകത്തും എഴുതിയിരിക്കുന്നത് അച്ഛനെ കൊല്ലുമെന്നാണ്. അച്ഛനെ കൊല്ലും. അപ്പൊ എനിക്കെതിരെ വധഭീഷണിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? അപ്പൊ ഇടവകയിലുണ്ടായ സംഗതികളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചറിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ നിരീക്ഷണത്തിൽ അച്ഛനൊരു ഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ട്. പക്ഷെ ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് ഞാൻ എന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അറിയിക്കും, അവർ തീരുമാനിക്കും. അങ്ങനെ അദ്ദേഹം പോയി. ഞാൻ കാപ്പിയെല്ലാം കൊടുത്തു. അദ്ദേഹം പോയി. ഉച്ച കഴിഞ്ഞൊരു 6 മണിയായപ്പോൾ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും പിന്നെ വേറെ കുറച്ച് പോലീസുകാരും വന്നു. അവർ എൻ്റെ അടുത്ത് വന്നില്ല. അവർ പള്ളിയുടെ അവിടെയും ഒക്കെ വന്ന് പോയി. ഒരു 8 മണിയായപ്പോൾ പോലീസ് ഇന്റലിജൻസ് സെല്ലും പിന്നെ സർക്കിള് അങ്ങനെയുള്ള ആ പോലീസുകാർ വന്നു. അപ്പോഴേക്കും ആളുകൾക്ക് സംശയമായി. അങ്ങനെ കുറെ ആളുകളും വന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചു. അങ്ങനെ എന്തൊക്കെയാണ് ഇടവകയിൽ ഉണ്ടായത് എന്നൊക്കെ സംഗതികളെല്ലാം അറിഞ്ഞ് അങ്ങനെ പോയി. പുലർച്ചെ 3 മണിയായപ്പോഴേ അപ്പൊ ചെറിയൊരു ഭീഷണിയുള്ള കാര്യമൊക്കെ ഇടവകയിലെ ആളുകൾക്കൊക്കെ അറിയാം. അപ്പൊ ഞാൻ എപ്പോഴും ഒരു കുറച്ച് പിള്ളേരുടെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. എനിക്ക് കാവലായിട്ട് കുറച്ച് പേരുണ്ട്. പുലർച്ചെ 3 മണിയായപ്പോൾ കൊട്ട് കേട്ടു, വാതിൽക്ക് കൊട്ട് കേട്ടു. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റു. പോലീസാണ്. പോലീസ് പറഞ്ഞു, മുഖ്യമന്ത്രി ഓർഡർ ഇട്ടിരിക്കുകയാണ്, ഈ നിമിഷം മുതൽ അച്ഛൻ ഞങ്ങളുടെ പ്രൊട്ടക്ഷനിലാണ്, പോലീസിന്റെ. ഞങ്ങൾ അറിയാതെ അച്ഛൻ ഇങ്ങ് പോകാൻ പാടില്ല. അച്ഛൻ പോകുന്നതിന് മുമ്പ് എവിടെ പോകുന്നു, ഏത് റൂട്ടിൽ പോകുന്നു, ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ കാണും. പിന്നെ അച്ഛന്റെ കാറിനകത്ത് 2 പോലീസുകാരുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞ കാറിനകത്ത് പോലീസുകാർ ഇരുത്താൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പോലീസ് ജീപ്പ് എടുക്കേണ്ടി വരും, എസ്കോർട്ട് വരേണ്ടി വരും. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ഇഷ്ടം, എന്റെ കാറിനകത്ത് നിങ്ങൾ ഇരുത്താൻ പറ്റില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പ്രൊട്ടക്ഷൻ പിൻവലിക്കുമല്ലോ, അപ്പോഴും ഞാൻ പോകേണ്ടി വരില്ല, ഞാൻ തന്നെ പോകേണ്ടതല്ലേ. അങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെ 7 ദിവസം 11 പോലീസുകാരുടെ കാവലിലായിരുന്നു ഞാൻ. അതെല്ലാം ഒരുവിധം ഈ ഭീഷണിയൊക്കെ ഒതുങ്ങിന്ന് കണ്ടപ്പോൾ പോലീസിനെ എത്ര നാൾ നമ്മളെ സംരക്ഷിക്കാൻ പറ്റും? അവർ പോലീസ് പ്രൊട്ടക്ഷനെ പിൻവലിച്ചു. ജനങ്ങൾക്കറിയാം. അപ്പൊ എന്റെ ഇടവകയിൽ 40ഓളം യുവാക്കള്, അവർ 2 ഗണമായിട്ട് 20 പേര്. അങ്ങനെ ഒരു രാത്രി 20 പേര് എനിക്ക് കാവല്. പിറ്റേ ദിവസം അവർ ഉറങ്ങാൻ പോകും, മറ്റ് 20 പേര്. അങ്ങനെ 20 യുവാക്കൾ 3 വർഷം ഈ ഏകദേശം 20 യുവാക്കളുടെ ഇടയിലാണ്. അതിനിടയ്ക്ക് എന്റെ മുമ്പത്തെ ഇടവകയിലെ യുവാക്കളും വരുമായിരുന്നു. അവര് ശനി ഞായർ ദിവസങ്ങൾ അവര് വരുമായിരുന്നു. അങ്ങനെ 3 വർഷത്തോളം ഞാൻ എന്റെ മുമ്പത്തെ ഇടവക്കാരും പിന്നത്തെ ഞാൻ ഇരിക്കുന്ന ഇടവകയിലും ആളുകളാണ് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നെ. അവര് ജീവൻ കൊടുത്തും എന്നെ 100% എന്റെ കൂടെ നിന്നു. എന്റെ ജനങ്ങൾ, 2 ഇടവകയിലെ ജനങ്ങളെ പറയണേ, പ്രത്യേകിച്ചും യുവാക്കള്. അപ്പോൾ ആരാണ് 100% നിൽക്കുക ജീവന് ഭീഷണിയുള്ള സമയത്ത്? ഇപ്പോഴും അവരെ ആർമി ഓഫ് മാണിപ്പറമ്പിൽ എന്നാണ് അവർ വിളിച്ചിരുന്നത്. അതായത് മുമ്പത്തെ ഇടവകയിലെ ആൾക്കാരെ ബ്ലാക്ക് കാറ്റ്സ് വിളിച്ചിരുന്നു, എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നവരെ. അവർ സ്വയം കളിയാക്കി വിളിക്കുന്നതാണ്. ഈ മൊത്തം അവർ വിളിച്ചിരുന്നത് ആർമി ഓഫ് മാണിപ്പറമ്പിന്റെ പട്ടാളം. പിന്നീട് അവരൊരു സാമൂഹിക സംഘടനയായിട്ട് മാറി. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രളയകാലത്ത് 2012 പ്രളയത്തിന്റെ സമയത്ത് 16 വീടുകൾക്ക് മുഴുവൻ പൈസ അല്ലെങ്കിലും ഭാഗികമായിട്ട് അവിടെ വീടെല്ലാം ഉണ്ടാക്കാനായിട്ട് അവർ പൈസ കൊടുത്തു. അന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നവര് ഇപ്പൊ അവരെല്ലാം കുടുംബമായി, എങ്കിലും അവർ സാമൂഹിക സേവനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ മാണിപ്പറമ്പിന്റെ പട്ടാളം എന്നാണ് അവർ വിളിക്കുന്നത്. എന്റെ ജീവന് ഭീഷണി വന്നപ്പോൾ 2 ഇടവക്കാര് അവര് പ്രാണം കൊടുത്തും എന്റെ ജീവൻ രക്ഷിക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ ആരാണ് കൂടെ നിൽക്കുന്നതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. എന്റെ 2 ഇടവകയിലെ ആളുകളും അതിൽ പ്രത്യേകിച്ച് യുവാക്കള് തയ്യാറായിരുന്നു. ഞാൻ വേറൊരു അനുഭവം പറയാം. കാരണം ഇതിപ്പം വട്ടോളിങ്ങനെ മൊത്തത്തില് കാടടച്ച് അച്ഛന്മാരെയും ക്രിസ്ത്യാനികളെ മോശമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാക്ഷ്യം, ഞാൻ ടാൻസാനിയയിലെ ഞാൻ സെമിനാരി പഠിപ്പിച്ചിരുന്നു. അവിടുന്ന് വന്ന് ഞാൻ മധ്യപ്രദേശിലെ സത്നയിലെ സെമിനാരിൽ പ്രൊഫസറായിട്ട് പോകുന്ന, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു 5 മാസത്തോളം ഞാനൊരു പള്ളിയിൽ വികാരിയായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിലെ പെരുന്നാൾ നടക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ പള്ളിക്ക് നല്ല വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ അതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള സകല ആളുകളും പള്ളിയിൽ വരും. പള്ളിയിലാണെങ്കിൽ വളരെ ഗംഭീരമായിട്ട് പെരുന്നാൾ. തൃശ്ശൂർ സൈഡിലൊക്കെ ഗാനമേളയൊക്കെ പെരുന്നാൾക്കുണ്ടാകും. വലിയ പള്ളികളിലൊന്നും പതിവില്ല, പക്ഷെ ചെറിയ പള്ളികളിലൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ കൂട്ടാനായിട്ട് അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. വ്യാഴാഴ്ച മതബോധന ദിനം, പിന്നെ വെള്ളി കഴിഞ്ഞു ശനിയാഴ്ച ഈ അമ്പ് പെരുന്നാൾ എന്നൊക്കെയാണ് പറയുന്ന നാട്ടിൽ, അവിടുത്തെ ഈ തൃശ്ശൂരത്തെ രീതി. അത് കഴിഞ്ഞ് ഞായറാഴ്ച പെരുന്നാൾ, അന്ന് വൈകിട്ട് ഗാനമേള.
ഈ മതബോധന ദിനത്തിന്റെ അന്ന് വ്യാഴാഴ്ച പള്ളി കോമ്പൗണ്ടിൽ എന്തോ കശപിശ ഉണ്ടായി. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ക്രിസ്ത്യാനികളല്ല, വേറെ മതത്തിൽപ്പെട്ട, അതും 2 കോളനികളിൽ താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ പള്ളി കോമ്പൗണ്ടിൽ ഈ മതബോധനത്തിന്റെ പരിപാടികൾ കലാപരി നടക്കുന്ന സമയത്താണ് ഉണ്ടായത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, പക്ഷെ എന്നാലും അത്യാവശ്യം വാക്കേറ്റൊക്കെ ഉണ്ടായി. പിന്നെ അത് ശാന്തമായി പോയി. ശനിയാഴ്ച, വെള്ളി കഴിഞ്ഞു, വ്യാഴം ആയിരുന്നു ഇത്, വെള്ളി കഴിഞ്ഞു ശനിയാഴ്ച എനിക്കൊരു ന്യൂസ് കിട്ടി. അവരിൽ നിന്ന് ചിലർ എന്നെ അറിയിച്ചു. അവര് ഞായറാഴ്ച പള്ളിയിൽ പ്രദർശനം കയറി കഴിഞ്ഞ ഗാനമേള സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും അങ്ങോട്ടും കൊല്ലാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവർ തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ്. അപ്പൊ നമുക്ക് ശനിയാഴ്ച പള്ളിയിലെ ആളുകൾക്ക് പെരുന്നാളിന്റെ തിരക്കാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സർക്കിളിനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്യൂ, ഒരു 10-15 പോലീസെങ്കിലും വേണം. അപ്പൊ സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു, അച്ചോ എല്ലാ പള്ളികളും പെരുന്നാളാണ്, ചുറ്റുവട്ടത്തുള്ള പള്ളികളിലൊക്കെ. അപ്പം എല്ലാ പോലീസുകാരും ഒരു സ്ഥലത്തേക്ക് വിടാൻ പറ്റത്തില്ല, എല്ലാവിടേക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, എസ് ഐ വരും, കൂട്ടത്തിൽ 2-3 പോലീസുകാരുണ്ടാവും, നിങ്ങൾ അതുകൊണ്ട് മാനേജ് ചെയ്യണം എന്നോട്. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ എസ് ഐയും 3 പോലീസുകാരും വന്നു. അപ്പൊ പോലീസ് എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി, എന്തൊക്കെയാണ് പറയേണ്ടത്, എങ്ങനെയൊക്കെ പറയേണ്ടത്, കാര്യങ്ങളൊക്കെ ഞാൻ അനൗൺസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പോലീസ് എനിക്ക് നിർദ്ദേശം നൽകി. അത് കഴിഞ്ഞു. അപ്പോ ഞാൻ ആ നേരം കൊണ്ട് ചെയ്തത്, ഒന്ന്, കള്ളു കുടിക്കാത്ത ക്രിസ്ത്യാനികളെ കൊണ്ട് അവരെ കൊണ്ടൊരു പെട്ടെന്നൊരു വോളണ്ടിയേഴ്സിനുണ്ടാക്കി. വോളണ്ടിയേഴ്സ് 2, ഈ 2 വശത്തായിട്ട് സ്ത്രീകള്, ഒരു വശത്ത് ഇപ്പുറത്ത് പുരുഷന്മാര്. ഞാൻ അതിന് പകരം നടുക്കൊരു ബാരക്കേഡ് കെട്ടിയിട്ട് പുറകിൽ പുരുഷന്മാരും മുമ്പിൽ സ്ത്രീകളുമാക്കി. ഞാൻ പണ്ട് കുറച്ച് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു രൂപം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവരെന്താ ചെയ്യുക, സ്ത്രീകളും കുട്ടികളും ആക്രമിക്കും. നമുക്കറിയാലോ, ഈ തീവ്രവാദികളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം അപ്പം എന്താണ്, പുരുഷന്മാരും ഭർത്താക്കന്മാരും കുട്ടികൾ അപ്പന്മാരൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടി പോകും. അപ്പം മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സ്ത്രീകളെ കുട്ടികളെ ആക്രമിക്കുക, ഈ നിരപരാധികളെ ആക്രമിക്കുക എന്നുള്ളത് ഈ തീവ്രവാദികളുടെ രീതി പോലെയാണ്. അപ്പൊ ഞാൻ ഇവരെ തിരിച്ചു, ഫ്രണ്ടില് സ്ത്രീകളും കുട്ടികളും ഫ്രണ്ടില്, ബാക്കിൽ പുരുഷന്മാര്, അതിനിടയിൽ ഒരു ബാരക്കേഡ് കെട്ടിയാലും ആൾക്കാർ തള്ളിക്കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴും. അത് മറിയാതിരിക്കാൻ വേണ്ടി ഈ വോളണ്ടിയേഴ്സിനെ നിർത്തി. എന്നിട്ട് ഞാൻ വോളണ്ടിയേഴ്സിനോട് ഞാൻ പറഞ്ഞു, ആ കുടിക്കാത്തവർ മാത്രമാണ് ഇപ്പോൾ വോളണ്ടിയേഴ്സിനെ എടുത്തിരിക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും, ആര് നിങ്ങളോട് പറഞ്ഞാലും ഒരാളെയും ആണുങ്ങളെ പെണ്ണുങ്ങളെ വശത്തേക്കും കുട്ടികളെ വശത്തേക്കും കടത്തിവിടരുത്, ആരും കടത്തിവിടരുത്. ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾ എന്നോട് പറയണം. പോലീസിനോട് ഞാൻ പറഞ്ഞു, ഇവര് കടക്കാതെ ഞാൻ നോക്കിക്കോളാം, ഈ പുരുഷന്മാർ, അതായത് ഞാനും ഈ വോളണ്ടിയേഴ്സ് നോക്കിക്കോളാം. പക്ഷേ എന്നെ അവർ ആക്രമിച്ചാൽ, നിങ്ങൾ 4 പേരുണ്ടല്ലോ, അവർ എന്നെ ആക്രമിച്ചാൽ നിങ്ങൾ എന്റെ ജീവൻ രക്ഷിക്കുക. ഇങ്ങനെ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ ഞാനിങ്ങനെ ഇതിന്റെ ഈ ഗാനമേളയും പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് വലിയൊരു ട്രൂപ്പിന്റെ ഗാനമേളയൊക്കെയാണ്, 10-15,000 പേരെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ഈ ബാരക്കേഡിന്റെ അവിടെ നിന്ന് നടക്കുകയാണ്, ഒരാളും കടക്കാതിരിക്കാൻ. അപ്പൊ ഇതൊന്നും കൂട്ടക്കണ്ട് ഒരു കള്ളു കുടിച്ച ഒരു ചേട്ടൻ, ക്രിസ്ത്യാനിയാണ്, ഈ ബാരക്കേഡിന്റെ അടിക്കോടെ ഇങ്ങനെ നുഴഞ്ഞു കയറാൻ നോക്കുകയാണ്. അച്ഛൻ ഇതൊക്കെ തടയാനായിട്ട് ആരാണ് എന്നുള്ള മട്ടില്. നമുക്ക് ആ നേരത്തെ ഒരാളെ കടത്തിയാൽ എല്ലാവരും കിടക്കും, നമുക്ക് ആ നേരത്തെ വേറെ മാർഗമില്ല. ഞാനൊരു ചവിട്ടി അദ്ദേഹത്തിനെ അങ്ങോട്ട് മാറി. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന്. ഈ പറഞ്ഞ 2 കോളനിക്കാർ വന്നിട്ടുള്ളവര് അവര് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരടുത്ത് വരാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ഈ വോളണ്ടിയേഴ്സിനെ കുറച്ച് പേരെ എന്റെ ഇടയ്ക്ക് കയറ്റി വിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, അവരിങ്ങോട്ടോ അങ്ങോട്ടോ പോകാൻ വരാതെ നോക്കുക. വാസ്തവത്തിൽ എന്തൊക്കെയാ പ്രശ്നമെന്ന കാര്യം ആൾക്കാർക്ക് അറിയില്ല. ഞാൻ കൊടുത്ത നിർദ്ദേശങ്ങൾ അവര് പാലിച്ചു. ഈ എസ് ഐയും മറ്റു പോലീസുകാരും ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം തീർന്നു, ശാന്തമായിട്ട് തീർന്നു. ഈ എസ് ഐയും പോലീസുകാരും എന്റെ മുറിയിലേക്ക് വന്നു. അപ്പൊ എന്റെ അനുജനച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അനുജനച്ഛനോട് ഞാൻ ഈ പള്ളിയിലെ കാര്യങ്ങൾ, ഈ നൊവേനയ്ക്ക് ഏൽപ്പിക്കുന്നത്, കുർബാനയ്ക്കുള്ള അതൊക്കെ കാര്യങ്ങളൊക്കെ അനുജനച്ഛൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇവരെയും കൂട്ടി പള്ളിമുറി ചെന്നപ്പോ ഈ എസ് ഐ പറയാണ്, സാധാരണഗതിയിൽ അച്ഛന്മാര് പുറത്തേക്ക് ഇറങ്ങില്ല, ഇങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങില്ല, അത് പോലീസും നാട്ടുകാരും ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അച്ഛൻ അവിടെ, അപ്പോൾ ചെറുപ്പക്കാർ, ഈ ആൾക്കാരുടെ കുട്ടികളൊക്കെ, മുതിർന്ന ആൾക്കാരുടെ കുട്ടികളൊക്കെ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അത്രയും ഒരു ടെൻഷനുള്ള ഒരു ഏരിയ ആണ്. അപ്പുറത്ത് 2 കോളനിക്കാർ തമ്മിൽ വലിയ പ്രശ്നമുണ്ട്, ക്രിസ്ത്യാനികളല്ല, പക്ഷെ പള്ളി കോമ്പൗണ്ടിലാണ്. എന്തിനാണ് പള്ളി കോമ്പൗണ്ടിൽ വരയ്ക്കാൻ തീർന്ന വന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം, അതൊക്കെ ഊഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ എസ് ഐ വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്തേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത്, എന്നെ കൊല്ലാതെ എന്റെ അജഗണത്തെ ഒരാളും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ മരിക്കാതെ എന്റെ ഇടവക ജനങ്ങളാണെങ്കിലും ആ പ്രദേശ ജനങ്ങളാണെങ്കിലും, ഇത് ഞാനിരുന്ന എല്ലാ ഇടവകളിലും ആളുകൾക്ക് ഇത് സാക്ഷ്യപ്പെടുത്താൻ പറ്റുമായിരിക്കും. എന്നെ കൊല്ലാതെ എന്റെ ജനത്തെ തൊടാൻ പറ്റില്ല.
ഇടയനാടുകൾക്ക് വേണ്ടി മരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിന് തയ്യാറായി നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എസ് ഐ പറഞ്ഞു വലിയ സന്തോഷം എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് എനിക്ക് ഞാനിരുന്ന എല്ലാ ഇടവകളിലും അവർ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം സാക്ഷ്യപ്പെടുത്തും. എന്നെ കൊല്ലാതെ എന്റെ ജനത്തെ തൊടാനായിട്ട് ഞാൻ സമ്മതിക്കാറില്ല. പിന്നെ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരു റെസ്പെക്ട് സാധാരണ ഇതിൽ കിട്ടും. പിന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ആളുകൾ ഉണ്ടാകും. അപ്പോൾ ആരാണ് 100% ഉണ്ടാകുക എന്നുള്ളതിന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോ കാലം മാറി. ഇപ്പൊ നമ്മൾ ടീച്ചർമാർ പണ്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ ടീച്ചർമാർക്ക് നിൽക്കാൻ പേടിയാണ്. കാരണം എന്താ? ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഈ ടീച്ചർമാർക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പൊ പിന്നെ കേസിന്റെ പിന്നാലെ പോണ്ടി വരും. എത്രയോ പേർക്ക് അങ്ങനെ സംഭവിക്കുന്നു. ഇതേ പ്രശ്നം വികാരിച്ചമാർക്കുണ്ട്. ഇപ്പൊ നമുക്ക് കൂടെ നിൽക്കാനായിട്ട് ഒരു പേടിയുണ്ട്. കുട്ടികളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും എപ്പോ വേണമെങ്കിലും നമുക്കിതിൽ കേസുകൾ വരാം, അപഖ്യാതികൾ വരാം. പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള കഥകൾ, നാസ്തി കഥകൾ നമ്മുടെ ഭാവി ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ ആരെങ്കിലും വിചാരിച്ച് നടക്കും. അതുകൊണ്ട് ഇപ്പം സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് വ്യത്യാസം വരും. എന്നാലും അതിനെ മറികടക്കുന്ന സ്നേഹമുള്ള 100% നിൽക്കുന്ന ആളുകളും തീർത്തില്ലെന്ന് പറയാൻ പാടില്ല. ഒരു അനുഭവം കൂടി ഞാൻ പറയുകയാണ്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക? ഞാൻ ഒരു സ്ഥലത്ത് സെമിനാറിൽ പ്രൊഫസറായിട്ട് ഇരിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു ചമ്മാച്ചൻ മോട്ടോർ ബൈക്ക് എടുത്ത് പുറത്ത് പോയി ഇച്ചിരി പാല് വാങ്ങിക്കാനും മറ്റോ, അത് മോട്ടോർ ബൈക്ക് ഒരു ആളെ ഇടിച്ചു. അയാൾ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രാമങ്ങളാണ്. അപ്പോൾ ആ ഗ്രാമങ്ങളിലെ ആളുകൾ മുഴുവൻ ഈ മരിച്ച ആളുടെ ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ സെമിനാരിലേക്ക് പടയായിട്ട് വരികയാണ്. അപ്പോൾ പിന്നെ സെമിനാരി അത് അടിച്ച് നിരപ്പാക്കും. അതാണ് അവരുടെ രീതി. അങ്ങനെയാണ്. റക്ടർ അച്ഛൻ ഒരു മോപ്പഡ് എടുത്തിട്ട് അദ്ദേഹം പുറകിലത്തെ ഗേറ്റ് കൂടി എവിടേക്ക് പോയി. പിന്നെ വൈസ് റക്ടർ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ വൈസ് റക്ടർ അച്ഛനോട് പറഞ്ഞു, എനിക്കിവിടുത്തെ ഭാഷ അറിയില്ല, പക്ഷെ ഞാൻ ഓടിപ്പോകില്ല. അച്ഛൻ ഓടിപ്പോകരുത്, അവരോട് സംസാരിക്കുക, സമയം വാങ്ങിക്കും. നമ്മുടെ കുട്ടിക്ക് തെറ്റുപറ്റി, പക്ഷേ നമുക്ക് അവര് നമ്മൾ തല്ലിക്കൊല്ലും എന്ന് അത് ഞാൻ കൂടെ നിൽക്കാം, പക്ഷെ അച്ഛൻ അവരോട് സംസാരിക്കുക, നേതാക്കന്മാരെ സംസാരിക്കുക. അങ്ങനെ അച്ഛൻ അത് സമ്മതിച്ചു. അച്ഛൻ കൊച്ചച്ഛനാണ്, എന്നെക്കളൊക്കെ വളരെ പ്രായം കുറഞ്ഞ അച്ഛനാണ്. അങ്ങനെ അദ്ദേഹം ഇതിന്റെ ലീഡർമാരെ വിളിച്ചു. അങ്ങനെ അവര് 10 ലക്ഷം രൂപ, പിന്നെ അത് ഇതിങ്ങനെ പിന്നെ ഭയങ്കര ബഹളമൊക്കെയാണ്. അച്ഛൻ അപ്പൊ എനിക്ക് അടുത്ത ഭാഷ അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം എനിക്കുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ കൂടെ നിൽക്കും. അങ്ങനെ അച്ഛൻ നേതാക്കന്മാരെ വിളിച്ചു. അങ്ങനെ സംസാരിച്ച് അങ്ങനെ കുറച്ച് ശാന്തമായി അവരെ പറഞ്ഞു വിട്ടു. അതിൽ എനിക്കൊന്ന് നേതാക്കന്മാർക്ക് അവർക്ക് 19,000 രൂപ കൊടുക്കേണ്ടി വന്നു, അവര് പാസിഫൈ ചെയ്ത് പോകാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിച്ച് വൈകാരിക ആവേശമൊക്കെ തീർന്നു കഴിഞ്ഞ് പിന്നീട് ശാന്തമായി പോയി. 3 ദിവസം കൊണ്ട് നമ്മൾ ആ ടെൻസ് സിറ്റുവേഷൻ അവസാനിപ്പിക്കും. അതായത് പിന്നെ കേസ്, കോടതി കേസും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് തീർന്നു പോയി. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ റക്ടർ അച്ഛൻ 3 ദിവസം പോയതാണ്. ഈ ടെൻഷനൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരികയാണ്. എന്നിട്ട് പിന്നത്തെ ഞായറാഴ്ച അച്ഛൻ പ്രസംഗിക്കുകയാണ്, യേശുവിന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാകണം. അങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പോൾ മോപ്പടെടുത്ത് പോയ ആളാണ്. അപ്പൊ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ യേശുവിന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് യേശുവിന് വേണ്ടി ഈ പ്രസംഗിക്കുന്ന ആളെ കൊല്ലണമെന്നാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് മോപ്പടെടുത്ത് പോയത്. അതേസമയം കൊച്ചച്ഛനായിരുന്ന ഒരാള് അവിടെ നിന്ന് ആ ചമ്മാച്ചന് വേണ്ടി ജീവൻ നമ്മൾ ഒരു അപകടമാണ് അതിന്റെ. പക്ഷെ അവിടുത്തെ ഈ രീതി അനുസരിച്ച് മോബ് ജസ്റ്റിസ് ഇല്ലേ, ജനക്കൂട്ടമാണ് നീതി നിശ്ചയിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതൊരു പോയിന്റാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആരാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നൊരു ചോദ്യത്തിന്, വട്ടോളി ചോദിച്ച ചോദ്യത്തിന് ഞാൻ ചില ഉത്തരങ്ങളാണ്. ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ, നാം ജനത്തിന്റെ കൂടെ ഉണ്ടാകും നമ്മൾ അവരുടെ ഇടയന്മാരാണെങ്കിൽ. എന്ത് അർത്ഥത്തിലാണ് വട്ടോളി ഇത് ചോദിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് വട്ടോളിയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വട്ടോളി ജനത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 96% അൽമായരും സത്യവിശ്വാസികളും സഭ നിശ്ചയിക്കുന്ന കുർബാന, മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാന, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്. അങ്ങനെയെങ്കിൽ വട്ടോളി അവരുടെ കൂടെ 100% അവർക്ക് കമ്മിറ്റഡ് ആണെങ്കിൽ ആ ജനം പറയുന്നതും മാർപ്പാപ്പ പറയുന്നതും പിന്നെ സഭ നിശ്ചയിച്ചതുമായ കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയല്ലേ വേണ്ടത്? അതല്ലേ വട്ടോളി ചോദിച്ച ചോദ്യത്തിൽ ഒരു അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സിൻസിയറിറ്റി, ആർജവത്വമുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടിയും
ദൈവജനത്തിന് വേണ്ടിയും ജീവൻ കൊടുക്കാൻ വട്ടോളി തയ്യാറാണെങ്കിൽ വട്ടോളിയും വിമതരും കൂടി ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ്? സഭ നിശ്ചയിച്ചതും മാർപ്പാപ്പ കൽപ്പിച്ചതുമായ ആ കുർബാന ചൊല്ലാൻ ഏതറ്റം വരെയും മരിക്കാൻ പോലും തയ്യാറാവുകയല്ലേ വേണ്ടത്? അങ്ങനെ വട്ടോളി തയ്യാറാകുമ്പോൾ, വിമതർ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ മുന്നേറ്റക്കാർ വന്ന് കൊല്ലാൻ വരുമായിരിക്കും. അവരുടെ മുമ്പിൽ നെഞ്ചു മരിച്ച് നിൽക്കാൻ കഴിയണം വട്ടോളി. ഈ അജഗണത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവനാണ് ഇടയൻ. വട്ടോളി അതിന് തയ്യാറായിട്ടില്ല, വിമതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയന്മാരല്ല. പുറകിലെ വാതിൽ കൂടി, പുറകിലെ കവാടത്തിൽ കൂടി ഈ അജഗണത്തിന്റെ ഇടയിൽ കയറിക്കൂടിയ കവർച്ചക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ആടുകളെ കുറിച്ച് നിങ്ങൾക്ക് പരിഗണനയില്ലാത്തത്. ആടുകളെ കൊന്നു തിന്നുന്ന ഈ വൂൾഫ്, എന്താ പറയാ, ചെന്നായ്ക്കളാണ്. പക്ഷെ നിങ്ങൾ ആട്ടും തോലിട്ടിട്ട് വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഇടയന്മാരല്ലാത്ത ചെന്നായ്ക്കളായിട്ടുള്ള ആളുകളെ പോലെയാണ് വട്ടോളിയും വിമതരും പ്രവർത്തിക്കുന്നത്. അതിന് ഒരു ആട്ടിൻതോലിടാനായിട്ട്, ഈ ആട്ടിൻതോലിയുടെ ചെന്നായ ആട്ടിൻതോലായിട്ട് നിൽക്കുന്നവരാണ് ഈ മുന്നേറ്റക്കാര്. നിങ്ങൾ ദൈവജനത്തെ സ്നേഹിക്കുന്ന ഇടയന്മാരല്ല. ദൈവത്തെയോ മാർപ്പാപ്പയെയോ സഭയെയോ സ്നേഹിക്കുന്ന ദൈവജനത്തെയോ സ്നേഹിക്കുന്ന ഇടയന്മാരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ജനത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുമായിരുന്നു. ആ ജനത്തിന് വേണ്ടത് സഭയുടെ കുർബാനയാണ്, മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാനയാണ്, ഇല്ലിസിറ്റ് കുർബാനയല്ല. അതുകൊണ്ട് വട്ടോളി ജനത്തിന് വേണ്ടി 100% നിൽക്കാൻ തയ്യാറുള്ള ഒരു ഇടയനായിട്ട് എന്ന് മാറുന്നുവോ അന്ന് രാജ്യം പിൻവലിച്ച് വരാൻ പാടുള്ളൂ. മാത്രമല്ല, വട്ടോളി വിമത വൈദികരോട്, കൂട്ടുകാരോട് പറയേണ്ടത് രാജിവെച്ച് പോകാനാണ്. അന്ന് ഈ സീറോ മലബാർ സഭ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളൊരു 10-30 പേര് പോയാൽ മതി. ബാക്കിയുള്ളവർ മുഴുവൻ കൂടെ നിൽക്കും സഭയുടെ കൂടെ. നിങ്ങളൊരു 10-30 പേര് പോയാൽ മതി. അത് തിരിച്ചറിയാൻ ഞങ്ങളുടെ മെത്രാന്മാർക്ക് കഴിയാത്തത് ഞങ്ങളുടെ സങ്കടം. ഒരു ദിവസം കർത്താവ് അത് വെളിപ്പെടുത്തും, അവർക്ക് വെളിപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.